സുരേഷ് ഗോപിയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ കൊടുത്തൊരു ക്യാപ്ഷനുണ്ട്. സുരേഷ് ഗോപി ഒരു 916 കള്ളനല്ലേ, മീൻസ് കള്ളനല്ലേ എന്ന് ചോദിക്കേണ്ട കാര്യം, നമ്മുടെ നാട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും വസ്തുക്കൾ മോഷ്ടിക്കുന്നവരെ മാത്രം കള്ളൻ എന്ന് പറയും. പ്രത്യേകിച്ച് ഈ കള്ളൻ എന്ന് വിളിക്കപ്പെടുന്നത് കൂടുതൽ ആരെന്നറിയും. അത് ഇപ്പോ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മുടെ നാടിന്റെ പണം അടിച്ചുകൊണ്ട് പോയതാണ് വിജയ് മല്യ, ലളിത് മോഡി, ഇവരാരെങ്കിലും കള്ളൻ എന്ന് വിളിക്കുന്നത് കേട്ടിട്ടുണ്ടോ? പക്ഷെ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു സാധാരണക്കാരനായിട്ടുള്ള ആൾ ഒരു 10 രൂപ എടുത്താൽ ജീവിതകാലം മുഴുവൻ കള്ളനാണ്. കോടികൾ തട്ടിക്കുന്നവരെ ആരും കള്ളരെന്ന് വിളിക്കാറില്ല. അത് സാമ്പത്തിക തട്ടിപ്പ്, സാമ്പത്തിക തിരിമറി എന്നൊക്കെ പറയാറുള്ളൂ. കാര്യം 10, 50, 100 എടുക്കുന്ന അല്ലെങ്കിൽ മോഷ്ടിക്കുന്നു എന്ന് പറയപ്പെടുന്ന ആ ചെറിയ തെറ്റ് ചെയ്യുന്നവരാണ് ഈ നാട്ടിലെ വലിയ കള്ളന്മാരായിട്ട് മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത്. അതിനൊറ്റ കാര്യമുള്ളൂ, ആ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്നവർക്ക് ഈ തെറ്റ് ചെയ്യുന്ന ആള് ഏതെങ്കിലും മിക്കവാറും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരായിരിക്കുമല്ലോ. അത്തരം തെറ്റുകൾ, അത് തെറ്റല്ല എന്നല്ല പറയുന്നത്, അവരെ ന്യായീകരിക്കാനും പറയുന്നതല്ല. പക്ഷേ നികുതി വെട്ടിപ്പ് നടത്തിയ ഒരു വ്യക്തി, സ്വന്തമായിട്ട് ഇത്രയും പണമുള്ള, ഒരു നന്മ മരമാണെന്ന് പറയുന്ന, ഏറ്റവും നല്ല മാന്യനായിട്ടുള്ള, ഇഷ്ടം പോലെ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്ന, അങ്ങനെ പൈസയോട് വലിയ താല്പര്യമില്ലാത്ത വ്യക്തിയാണെന്ന് സ്വയം അവകാശപ്പെടുകയും പോണ്ടിച്ചേരിയിൽ കൊണ്ടുപോയി സ്വന്തം ആഡംബര വിവാഹം രജിസ്റ്റർ ചെയ്യുക, ഇല്ലാത്ത ഫ്ളാറ്റിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യുകയും നികുതി വെട്ടിപ്പിനെ നമ്മുടെ നാട്ടിൽ എന്താ പറയുന്നത്? ഈ നാടിന് കിട്ടേണ്ട പൈസ രാജ്യദ്രോഹത്തിന് തുല്യമാണ് പറയുന്നത്. നമ്മുടെ നാടിനെ ദ്രോഹിക്കേണ്ട ഒരു കാര്യം